പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ഇന്ന് എനിക്കൊരു വീഡിയോ ഒരാളൊന്ന് അയച്ചു തന്നായിരുന്നു. അപ്പം നമ്മൾ വീഡിയോയ്ക്ക് താഴെ വന്നതാണ്, ചേട്ടാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറയും. അത് മോഹൻലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ ചാനൽ മൊത്തം വീഡിയോ ചെയ്യാറുള്ളത്. സിനിമ കാഴ്ച എന്നങ്ങാണ്ടാണ് പേര്. ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി. പുള്ളിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ദൃശ്യം ഇത്രയും കളക്ഷൻ നേടിയത് പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് പ്രത്യേകിച്ച് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുപോലെ തള്ളാണ് എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിയുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് 100 കോടി കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരാൾക്കൊന്ന് ഒരു സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടുന്ന സാധനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് നല്ല ശീലമല്ല. ഇപ്പം നമ്മൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, മോഹൻലാലിൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മോഹൻലാലിൻ്റെ മോശം സിനിമകളെ പറ്റി നമ്മൾ മോശമെന്ന് പറയും, മമ്മൂട്ടിയുടെ നല്ല സിനിമകളെ പറ്റി നല്ലതെന്നും പറയും. അത് ഒരു വ്യക്തിയെ ഇച്ചിരി കൂടുതൽ നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു അവസരമായിട്ട് എടുക്കാനും പാടില്ല. ഈ മനുഷ്യൻ്റെ വീഡിയോ മൊത്തം എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ചിത്രങ്ങളെ പറ്റിയൊക്കെ നല്ലത് പറയുകയും മോഹൻലാലിൻ്റെ ചിത്രങ്ങളെ പറ്റിയൊക്കെ മോശം പറയുന്ന രീതിയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുള്ളിയുടെ വീഡിയോകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയിൽ മൊത്തം മോഹൻലാലിനെ കുറ്റം പറയുക, ദൃശ്യത്തെ കുറ്റം പറയുക എന്നാണ് പുള്ളിയുടെ സ്ഥിരം ശൈലി. പുള്ളി പറയുന്നത് മോഹൻലാലിൻ്റെ ഒറ്റ സിനിമകൾ പോലും മമ്മൂട്ടിയുടെ സിനിമ നേടിയ കളക്ഷൻ്റെ 7 അയലത്ത് പോലും വരില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പുള്ളി സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യം 3യുടെ കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ 240 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരുന്നു. 237 പറയുന്നുണ്ട്, 235 പറയുന്നുണ്ട്. അതങ്ങനെ ആ റേഞ്ചിൽ നിൽക്കും എന്നുള്ളത് ഏകദേശം, ഏതായാലും 200 കോടിക്ക് മുകളിൽ ഇതിൻ്റെ കളക്ഷൻ നേടി എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. എന്നിട്ട് പോലും നമ്മൾ ഈ ആൻ്റണി പെരുമ്പാവൂർ പറയുന്ന പോസ്റ്ററിൽ നിന്നല്ല മിക്കവാറും വീഡിയോ ചെയ്യാറുള്ളത്. പ്രമുഖ ട്രാക്കർമാർ നൽകുന്ന കണക്കും ഉദ്ധരിച്ച് തന്നെയാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. അത് സാഗ്നിക് എന്ന് പറയുന്ന പ്രമുഖ ട്രാക്കർമാർ നൽകുന്ന കണക്കാണ് ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. അത് കൃത്യമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമല്ലെങ്കിൽ ഏകദേശം അതിനോട് അടുപ്പിച്ച് വരും. അവർ തന്നെ ദൃശ്യം 3ക്ക് 237 കോടി നേടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ദൃശ്യം 3 തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 90 കോടിക്ക് മുകളിൽ, ഏകദേശം 90 കോടി 21 ലക്ഷത്തോളം കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടി എന്നാണ് പറയുന്നത്. ഇത് ട്രാക്കർമാർ നൽകുന്ന കണക്കാണ്, അല്ലാതെ ആൻ്റണി പെരുമ്പാവൂർ നൽകുന്ന കണക്കല്ല. ആൻ്റണി പെരുമ്പാവൂർ 250 കോടി നേടി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാറില്ല. പുള്ളി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ മൊത്തം തള്ളാണെന്നും ആൻ്റണി പെരുമ്പാവൂരാണ് ഈ തള്ളിന് കാരണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായിട്ടൊരു കാര്യം നമുക്ക് നോക്കാം. ഈ തുടരും എന്ന ചിത്രം, തുടരും എന്ന ചിത്രം ആശീർവാദിൻ്റെ അല്ല. അത് 250 കോടിക്കടുത്ത് നേടി എന്നുള്ളത് രജപുത്ര രഞ്ജിത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്കൊന്നും 100 കോടി നേടുന്നില്ല, മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ ചിത്രങ്ങളുടെ റേഞ്ചിലെത്തുന്നില്ല എന്നൊക്കെയാണ് പുള്ളിയുടെ പറച്ചിൽ. അത് എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ കൂടുതൽ പേര് കാണുന്നു. മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ കുറച്ച് മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൂടി മാത്രം സംസാരിക്കുന്നു, ചിത്രം കാണാൻ തിയേറ്ററിൽ പോകുന്നില്ല. ഇതാണ് അവസ്ഥ. ഇപ്പം ഈ പുള്ളി എന്തൊക്കെ പറഞ്ഞാലും, ഈ സിനിമാ കാഴ്ച എന്ന് പറയുന്ന ചാനലിനകത്ത് പുള്ളി എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമയുടെ ഏറ്റവും വലിയ താരം എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു മോഹൻലാലിനെ വിമർശിക്കുന്നവർക്ക് പോലും സംശയം ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഏറ്റവും വലിയ താരമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു കുഴപ്പമില്ല എന്ന് കേൾക്കുമ്പം തന്നെ ഒരു 100 കോടിക്കടുത്ത് നേടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ദൃശ്യം തന്നെ ഹെവി പോസിറ്റീവ് ഒന്നുമല്ല നേടിയത്, എന്നിട്ട് പോലും 200 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം.
അപ്പോൾ കഴിഞ്ഞ കുറച്ച് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പുള്ളി പക്ഷേ കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബറോഫും പിന്നെ ബാക്കിയുള്ള ലാലേട്ടൻ്റെ കുറച്ച് ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. മരക്കാറും ഒക്കെയാണ് പുള്ളി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തെ, ഇതൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. കാലം കുറച്ച് കഴിഞ്ഞു. ഇപ്പം 2025 26 ഒക്കെ വന്നു. ഇപ്പോഴും തങ്ങൾ ആ പഴയ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിൽക്കുക. പിന്നെ ഇതിനൊരു മനഃശാസ്ത്രപരമായൊരു വിഷയമാണ്. മോഹൻലാലിൻ്റെ ചിത്രങ്ങളെപ്പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഒത്തിരി പേര്, ഇപ്പം പുള്ളിയുടെ ചാനൽ സിനിമക്കാഴ്ച എന്ന് പറയുന്ന പുള്ളിയുടെ ചാനലിനകത്ത് ലാസ്റ്റ് വന്നേക്കുന്ന 330 കോടിയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളി ഇപ്പം വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ടോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കാരണം ആ സിനിമയ്ക്ക് കിട്ടിയ കളക്ഷനും തിയേറ്റർ കളക്ഷനും സാറ്റലൈറ്റും OTT ഇതെല്ലാം കൂടെ ചേർത്താണ് അതിൻ്റെ, ആ സിനിമയ്ക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം കൂടെ ചേർത്താണ് ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത്. അത് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. പുള്ളിക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നാണ് പുള്ളി ചോദിക്കുന്നത്. 27 ദിവസമേ ആയുള്ളൂ, 30 ദിവസത്തെ പോസ്റ്റർ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് സർവ്വസാധാരണയാണ്. കാരണം 25 ദിവസം ആകുന്നതിന് മുമ്പ് 25 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അടിക്കുന്നത് അത് പണ്ട് തൊട്ടേയുള്ള ശീലമാണ്. അല്ലാതെ 25 ദിവസം കഴിഞ്ഞിട്ട് 25 ദിവസത്തെ പോസ്റ്റർ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അത് 30 ദിവസമൊക്കെ ആവും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ സിനിമ നിർമ്മാതാക്കൾ പോസ്റ്റർ അടിക്കുന്നത്. മാമാങ്കത്തിൻ്റെ തന്നെ പോസ്റ്റർ നമ്മൾ കണ്ടിട്ടില്ലേ? 50 കോടി പോലും നേടാത്ത മാമാങ്കം 100 കോടി 150 കോടി നേടിയെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ തന്നെ കൊണ്ട് അടുപ്പിച്ചുവെന്ന് അതിൻ്റെ നിർമ്മാതാവ് ഈയിടെ എന്ന് പറയുന്നത്. അപ്പം പുള്ളിയുടെ മാനസികമായിട്ടുള്ള വിഷമം എന്ന് പറയുന്നത് മമ്മൂട്ടി 100 കോടി നേടിയിട്ടില്ല, മോഹൻലാൽ എന്തുകൊണ്ട് 100 കോടി നേടുന്നു എന്നാണ് പുള്ളിക്കുള്ള പ്രശ്നം. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോ കാണാനും കൂടെ ആൾ കാണണ്ട. ഇപ്പം ചില വീഡിയോകളൊക്കെ നമ്മളുടെ വീഡിയോ തന്നെ എടുത്തു കഴിഞ്ഞാൽ 23 43 പേരൊക്കെയാണ് കാണുന്നത്. അപ്പം വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ, ഇപ്പം മോഹൻലാലിൻ്റെ വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ കുറച്ച് മിനിമം ആൾക്കാർ കാണും. അത് തന്നെയാണ് പുള്ളിയുടെ പ്രശ്നം. ഇപ്പം മമ്മൂട്ടിയെ പൊക്കിക്കൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കാണാൻ ആളില്ല. പക്ഷേ ഇപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂരിനെ കള്ളപ്പണക്കാരനാക്കിക്കൊണ്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ്, അതിനെതിരെ പരാതി വേണമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി അങ്ങ് മാനസികമായിട്ട് അങ്ങ് തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. അപ്പം അതിനകത്ത് താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ മൊത്തം പുള്ളിയെ പള്ളു പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് വന്നേക്കുന്നത്. കാരണം മോഹൻലാലിന് അനുകൂലമായിട്ടാണ് പല കമൻറ്റുകളും കാണുന്നത്. ആ കമൻറ്റിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി മോഹൻലാലിനെ കുറ്റം പറഞ്ഞ്, ഇപ്പം ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി മോഹൻലാലിനെ കുറ്റം പറഞ്ഞാണ് പേരെടുക്കുന്നത്. അങ്ങനെ പലരുണ്ട്. മോഹൻലാലിൻ്റെ വീഡിയോ ഒക്കെ മോഹൻലാലിൻ്റെ പേര് വെച്ച് അത് നെഗറ്റീവിലൂടെ മോഹൻലാൽ പ്രേമികളെയൊക്കെ ആകർഷിച്ച് അതിലൂടെ കുറച്ച് തെറി കേട്ടാലും വേണ്ടില്ല തൻ്റെ വീഡിയോ റീച്ചാക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. ആ ഒരു രീതി തന്നെയാണ് പുള്ളി ഇപ്പോഴും ചെയ്യുന്നത്. കാരണം ഇപ്പം അധികം വീഡിയോ ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് മോഹൻലാലിനെ 10 കുറ്റം പറയുക, മോഹൻലാലിൻ്റെ ആരാധകർ വന്ന് പുള്ളിയെ തെറി വിളിക്കുക, അങ്ങനെങ്കിലും റീച്ച് കിട്ടട്ടെ എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. മമ്മൂട്ടിയുടെ വീഡിയോ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പുള്ളി മനസ്സിലാക്കി. എന്നാലും ഉള്ളിൻ്റെ ഉള്ളി മമ്മൂട്ടി സ്നേഹം, മമ്മൂട്ടി പ്രേമം എന്നൊക്കെ പറയുന്നത് അത് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അതൊക്കെയാണ് പുള്ളിയുടെ മാനസികമായിട്ട് അവസ്ഥ. അപ്പം പലരും നമ്മളെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ്, ഈ വീഡിയോ ഇട്ട് തന്നായിരുന്നു എനിക്ക് ഒരാൾ. എന്നിട്ട് പറഞ്ഞ്, ചേട്ടാ ഇത് നോക്കിയതൊന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുക. പിന്നെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ എങ്ങനെ കളക്ഷൻ നേടി എന്നുള്ളത്, എത്ര നേടും എന്നൊക്കെയുള്ളത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമാ പ്രേമികൾക്കും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് മോഹൻലാൽ ആരാധകർക്കോ മമ്മൂട്ടി ആരാധകർക്കോ അല്ല, സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് മലയാള സിനിമയുടെ നായകൻ ആരാണെന്നും രാജാവ് ആരാണെന്നും മലയാള സിനിമയ്ക്ക് ആര് നായകനായിട്ട് വന്നാൽ കളക്ഷൻ നേടുമെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇപ്പം പേട്രിയോട്ട് എന്ന് പറഞ്ഞ ചിത്രം മമ്മൂട്ടി നായകനായിട്ടല്ല ആദ്യ ദിവസം 28 കോടിയോളം നേടിയത്, മോഹൻലാൽ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. ആ മോഹൻലാലിൻ്റെ റോള് ചെറുതായതുകൊണ്ട് പിന്നെ പിറ്റേന്ന് തൊട്ട് അത് ഇടിഞ്ഞു തുടങ്ങി.
അപ്പം മോഹൻലാൽ നായകനായത് കൊണ്ട്, മോഹൻലാലും കൂടെ ഉള്ളത് കൊണ്ട് ആ ചിത്രം ഇത്രയും നേടിയെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ആദ്യ ദിവസം വമ്പൻ കളക്ഷൻ നേടുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഒരു ചിത്രം പോലും 20 കോടി നേടിയ ചിത്രങ്ങൾ പോലും കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ ചിത്രങ്ങളുണ്ടോ? ആ മമ്മൂട്ടി അഭിനയിച്ചത് കൊണ്ട് 28 കോടി നേടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും മോഹൻലാൽ അഭിനയിച്ചുകൊണ്ട് പേട്രിയോട്ട് ആദ്യ ദിനം 28 കോടി നേടിയത്. ഇതൊക്കെ ഒരു ലോജിക്കാണ്. സാമാന്യം ബുദ്ധിയുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവും. ബുദ്ധി ഇല്ലാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ എന്താ പറയുന്നത്, കരഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് താഴെ പോയി കമൻ്റ് ഇട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കാനൊന്നും നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവരെ അവരുടെ വഴിക്കങ്ങ് വിടുക. ഒത്തിരി നാളായി പുള്ളിയുടെ ഇഷ്ടനായകൻ്റെ പടം വിജയിച്ചിട്ട്, അതുകൊണ്ട് പുള്ളി ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നു എന്ന് മാത്രം കരുതുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എത്തും വരെ ഓക്കെ ബൈ.